പുതുവത്സരത്തെ വരവേൽക്കാനൊരുങ്ങുകയാണ് ബംഗളൂരു നഗരം. ബംഗളൂരു നഗരത്തിൽ ഏകദേശം 10 ലക്ഷത്തിലധികം ആളുകൾ ഈ പുതുവത്സരം ആഘോഷിക്കാൻ ആ ഒരു നിമിഷത്തിന് വേണ്ടി ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് പോലീസിന്റെ കണക്ക്. ഏറ്റവും പ്രധാനം, ഞാനിപ്പോൾ നോക്കുക ചർച്ച് സ്ട്രീറ്റാണ്, ബ്രിഗേഡ് റോഡ് ചർച്ച് സ്ട്രീറ്റ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്ന ഒരു സ്ഥലം. പ്രത്യേകിച്ച് യൂത്തൊക്കെ ഇവിടെ തടിച്ചുകൂടി നിൽക്കാറുണ്ട് എല്ലാ പുതുവത്സര കാലത്തും. നിലവിലേതായാലും വലിയ സുരക്ഷ, 20,000-ഓളം പോലീസുകാരെയാണ് ഈ ബംഗളൂരു നഗരത്തിൽ ഉടനീളം വിന്യസിച്ചിരിക്കുന്നത്. ചർച്ച് സ്ട്രീറ്റ്, കോറമംഗല, ഇന്ദിരാനഗർ ഉൾപ്പെടെയുള്ള നിരവധി മേഖലകളിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടി കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് CCTV ക്യാമറകൾ. നഗരത്തിൽ ഈ ആഘോഷങ്ങൾ നടക്കുന്ന എല്ലാ ഭാഗങ്ങളിലും CCTV ക്യാമറകളുണ്ട്. AI സാങ്കേതികവിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാമറകൾ ഉൾപ്പെടെ സജ്ജമാണ്. പ്രത്യേകിച്ച് പലപ്പോഴും ഈ ന്യൂ ഇയർ കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകാറുണ്ട്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്. അതുപോലെ ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ റേവ് പാർട്ടിയൊക്കെ പലയിടത്തും നടക്കുന്നു. അതൊക്കെ റെയ്ഡിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പിടിച്ചെടുത്തിരുന്നു. ലഹരിക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള റെയ്ഡുകളും പരിശോധനകളും ഇന്ന് രാത്രിയിലും തുടരുമെന്ന് തന്നെയാണ് സിറ്റി പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ആഘോഷം, അത് ആഘോഷ തിമിർപ്പിന് യാതൊരു വിധത്തിലുള്ള കുറവും പോലീസിന്റെ നിയന്ത്രണങ്ങളിലൂടെ ഉണ്ടാകില്ല. പക്ഷേ എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം എന്നുള്ള ഒരു കാര്യമാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നത്. നിലവിലേതായാലും രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ വല്ലാത്ത തരത്തിൽ ആളുകളെല്ലാം ഇവിടെ തടിച്ചുകൂടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ഇപ്പോഴേ ആളുകൾ ഈ ന്യൂ ഇയർ ആഘോഷത്തിനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ. എല്ലായിടത്തും യുവത ഒന്നടങ്കം ഈ നവവത്സരത്തെ എതിരേൽക്കുന്നതിന് വേണ്ടി പലയിടത്തായി എത്തിക്കൊണ്ടിരിക്കുകയാണ്.